റൂറൽ സ്പേസ് സ്ഥലത്തേക്ക് എത്തുകയാണ്. പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയാണ്. നാടിനെ നടുക്കിയ അരിങ്കുരയാണ്. പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ തന്നെ വിവിധയിടങ്ങളിൽ പരിശോധനകൾക്കായി എത്തുന്നതായിരുന്നു. ഇപ്പോൾ റൂറൽ SP കൂടി അവിടേക്ക് എത്തുന്നുണ്ട്. സ്ഥലം DK മുരളി, അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ, പൊതുപ്രവർത്തകർ, നാട്ടുകാർ എല്ലാവരും ഈ വിവരമറിഞ്ഞ ഭാഗത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു. നാടിനെ നടുക്കിയ സംഭവമാണ്. ഇപ്പോൾ റൂറൽ SPയും പരിശോധനകൾക്കായി പേരുമലയിലേക്ക്, വെഞ്ഞാറമൂട്ടിലെ സമീപത്തുള്ള പേരുമലയിലേക്ക് എത്തുകയാണ്. വെഞ്ഞാറമൂട് നെടുമങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് ഈ പേരുമലയൊക്കെ ഉള്ളത്. ആ ഭാഗത്ത് ഇപ്പോൾ പരിശോധനകൾക്കായി എത്തുകയാണ്. നടന്നിറക്കിയ വലിയൊരു നിഷ്ഠൂരമായ കൊലപാതകം, കൂട്ടക്കുരുതി, സാധാരണ നിലയിൽ നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ളൊരു സംഭവമാണ് ഉണ്ടായത്. അതീവ ദുഃഖകരമായ, അതീവ ഖേദകരമായ, അതേസമയം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൻ്റെ പരിസര മേഖലകളിൽ, പാങ്ങോടക്കമുള്ള മേഖലകളിൽ, വെഞ്ഞാറമൂട് നിന്ന് അല്പം ദൂരമുണ്ട് പാങ്ങോട്ടേക്കൊക്കെ, പാങ്ങോടക്കമുള്ള മേഖലകളിൽ ഈ കൊലപാതകം ഉണ്ടായത്. 5 പേരെയാണ് 21 വയസ്സുകാരൻ കൊലപ്പെടുത്തിയത്. ജിബിൻ JB ഉണ്ട് വിവരങ്ങളുമായി. ജിബിൻ, ഇപ്പോൾ റൂറൽ SP ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തുന്നുണ്ട്. അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ. രതീഷ്, ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ പ്രതി ഒരു ഓട്ടോറിക്ഷയിലാണ് ഈ വീടുകളിലൊക്കെ പോയത് എന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചത്. പക്ഷേ ഈ കൊലപാതകം നടത്താൻ പോയതെല്ലാം ഇയാൾ സ്വന്തം ബൈക്കിലാണ് പോയി കൊലപാതകം നടത്തിയതെന്നുള്ളൊരു വിവരം അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. ഈ വീടിന് സമീപത്തായി വീട്ടിലേക്ക് കയറുന്ന വഴിയിൽ നിന്ന് ഈ അഫാന്റെ ബൈക്ക് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഈ കൊലപാതകം നടത്തി വീട്ടിൽ വന്ന് വാപ്പയുടെ ഉമ്മയെ ആദ്യം കൊലപാതകം കൊല്ലുന്നു. അതിനുശേഷം വാപ്പയുടെ സഹോദരനെയും ഭാര്യയും കൊല്ലുന്നു. ഇതിനുശേഷമാണ് വീട്ടിലേക്ക് എത്തി ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതിന് പിന്നാലെ അനുജനെ കൊലപ്പെടുത്തുന്നു. പിന്നാലെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഈ ഫർസാനെ കൊലപ്പെടുത്തുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതി ഇവിടെ നിന്ന് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയതാണ്. ഇവിടെ നിന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ് ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് DYSPയോട് ഇത്തരത്തിൽ 6 പേരെ കൊലപ്പെടുത്തി എന്ന് സംബന്ധിച്ചിട്ടുള്ള വിവരം പോലീസ് സ്റ്റേഷനിലെത്തി ഈ പ്രതി തന്നെ പോലീസിനെ ധരിപ്പിക്കുന്നത്. ഇതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ആദ്യം ഇവിടെയുള്ള സമീപത്തുള്ള പ്രദേശവാസികളെ കുറിച്ച് വിവരം അറിയിക്കുന്നു. അവരും തുടർന്ന് പോലീസും എത്തിക്കൊണ്ടാണ് ഈ വീട്ടിനുള്ളിൽ കയറി പരിശോധന നടത്തിയത്. ആ കയറുന്ന സമയത്ത് ഹോളിലാണ് ഈ പേരുമലയിലുള്ള അഫാന്റെ വീട്ടിന്റെ ഹോളിലാണ് ഈ 13 വയസ്സുകാരനായിട്ടുള്ള അനുജന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇതിന് പിന്നാലെയാണ് പോലീസ് വീട്ടിൽ കയറിയപ്പോഴാണ് ഈ വീട്ടിന്റെ അടുക്കളയിൽ നിന്ന് വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള ഗ്യാസ് ഗന്ധമടിക്കുന്നത്. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ട്, ആരെങ്കിലും രക്ഷപ്പെടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കൊണ്ടായിരിക്കാം എല്ലാവരും കൊലപ്പെടുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാകണം വീട്ടിലെ ഗ്യാസ് സിലിണ്ടറും അഫാൻ തുറന്നു വിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ സിലിണ്ടർ ഇവിടെ നിന്ന് മാറ്റിയതിനു ശേഷമാണ് മുറികളിലേക്ക് കയറിക്കൊണ്ട് ഒരു പരിശോധന നടത്തിയത്. മുറിയിൽ കയറി ഈ ഹോളിന് സമീപത്തുള്ള മുറിയിൽ കയറി പരിശോധന നടത്തിയപ്പോഴാണ് അവിടെ നിന്ന് ഉമ്മ ഈ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ഉമ്മയെ കാണുന്നത്. തുടർന്ന് ഉമ്മയ്ക്ക് ജീവനുള്ളത് കൊണ്ട് തന്നെ പോലീസ് ആദ്യം ഈ ഉമ്മയുമായി ആശുപത്രിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇവിടെ നിന്ന് തൊട്ടടുത്താണ് ഈ ഗോകുലം മെഡിക്കൽ കോളേജ്. അവിടേക്കാണ് ആ ഉമ്മയെ മാറ്റിയത്. ഉമ്മ ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. തുടർന്ന് വീടിന്റെ 2ാമത്തെ നിലയിൽ കയറി പരിശോധന നടത്തിയപ്പോഴാണ് ഈ 2ാമത്തെ നിലയിൽ ഈ വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശിയായിട്ടുള്ള 22 വയസ്സുകാരി ഫർസാനയുടെ മൃതദേഹം കാണുന്നത്. ഈ 3 മൃതദേഹവും 3 പേരെയും കൊലപ്പെടുത്താൻ ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കാരണം ഈ 3 പേരെ മാത്രമല്ല, ആദ്യം കൊന്ന വാപ്പയുടെ ഉമ്മയും പിന്നെ വാപ്പയുടെ സഹോദരനെയും ഭാര്യയും, ഈ 5 പേരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരേ രീതിയിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അഫാൻ ഒരേ ചുറ്റിക കൊണ്ടാണ് ഈ 5 പേരെയും കൊലപ്പെടുത്തിയതെന്ന് നേരത്തെ നമ്മുടെ സംസാരിച്ച DYSPയും പറഞ്ഞതാണ്. അത്തരത്തിൽ ആദ്യം തന്നെ അഫാൻ സമീപത്തുള്ള കടയിൽ നിന്ന് ഒരു ചുറ്റിക വാങ്ങുന്നു. ഈ ചുറ്റികയുടെ പുറകുവശം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 5 പേരെയും കൊലപ്പെടുത്തിയെന്നുള്ള ഒരു കാര്യം സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 5 പേരെ കൊലപ്പെടുത്തിയത്, ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അഫാൻ വിശ്വസിച്ചിരുന്നത് ഉമ്മയും മരിച്ചു എന്നാണ്. അങ്ങനെയാണ് 6 പേരെയും കൊലപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വിവരം നൽകുന്നത്. എന്തായാലും പോലീസ് ഇവിടെ എത്തി അഫാൻ നൽകിയ വിവരം അനുസരിച്ചാണ് പോലീസ് വീട്ടിലേക്ക് എത്തുന്നത്. പോലീസ് നടത്തിയ പരിശോധനയിലാണ് അഫാന്റെ ഉമ്മയ്ക്ക് ജീവനുള്ള കാര്യം അറിയുന്നത്, ഷമ്മയ്ക്ക് ജീവനുള്ള കാര്യം അറിയുന്നത്. തുടർന്നാണ് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കൊക്കെ തന്നെ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും മുൻകൂട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ് ഇങ്ങനെ ഒരു